ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങുന്നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ സ്വന്തവേദനയതെല്ലാം മറന്ന സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ നേഴ്സസ് ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ കൊറോണ മഹാമാരിയുടെ കാലത്ത് നമ്മുടെ അടുത്തേക്ക് വരുന്ന രോഗികളെ നാം വളരെ ഭയത്തോടും ഉത്കണ്ഠയോടും കൂടിയാണ് ശുശ്രൂഷിക്കാറുള്ളത്. എന്നാൽ പുറപ്പാട് 9:19 ഇപ്രകാരം പറയുന്നു: എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരുവാനും അതുവഴി എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുവാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിക്കുന്നത്. ഇന്ന് ഉമൽഖോയ് നേഴ്സസ് മിനിസ്ട്രിയിലുള്ള നേഴ്സുമാർ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ നമ്മോട് സംസാരിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മിലേക്കും നിറയാനായി നമുക്ക് പ്രാർത്ഥിക്കാം.
സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിടുമ്പോൾ ഭൂമിയിലെ കഷ്ടങ്ങൾ സാരമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നമ്മോട് അരുൾ ചെയ്യുന്നു, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ കൊറോണ കാലഘട്ടങ്ങളിൽ ലോകം മുഴുവന് ഈ വ്യാധിയെ നേരിടുമ്പോൾ തങ്ങൾക്ക് ദൈവം നൽകിയ ആ ജോലി ഒരു ദൈവിക ശുശ്രൂഷയാക്കിക്കൊണ്ട് ഉമ്മൽക്കോയിലിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനുദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവിക മഹത്വവും അവിടുത്തെ കൃപയും നിങ്ങൾ ഓരോരുത്തരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നു. എൻ്റെ പേര് ബിനോയ് ചാക്കോ. ഉമ്മൽക്കോയിൻ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ 6 വർഷമായി ഞാൻ ജോലി ചെയ്യുന്നു. കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ നിന്നാണ്. ഞാൻ ഷാൻഡി മാത്യു. ഉമ്മൽക്കോയിൽ 12 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. കോഴിക്കോട് ജില്ലയിൽ കൂടരഞ്ഞിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ പേര് ജെസ്സി. ഉമ്മൽക്കോയിനിൽ 15 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങാടവകയിൽ നിന്നുമാണ്. പൊതുവെ ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് ഈ കോവിഡ് പോലുള്ള മഹാവ്യാധികൾ ലോകം മുഴുവൻ പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ പോലുള്ള കുറേ ആളുകൾ പ്രത്യേകിച്ച് ഈ ജോലി മേഖലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ആ തിരഞ്ഞെടുത്ത് ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാനായിട്ട് ചെന്നപ്പോഴുണ്ടായ ജീവിതാനുഭവം, പ്രത്യേകിച്ച് നമ്മുടെ തമ്പുരാൻ ആ മേഖലയിലൊക്കെ നമ്മൾ ശക്തമായിട്ട് ഇടപെട്ടു അല്ലേ? അതിനെക്കുറിച്ച് ചേച്ചിക്ക് തന്നെ പറയാനുള്ളത്? തീർച്ചയായും നമുക്കറിയാം, നമ്മൾ കൊറോണയുടെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിന്ത ഉടനെ മരണമെന്നാണ്. കാരണം അത് മാത്രമാണ് നമ്മൾ ആ തുടങ്ങിയ നാളുകളിലൊക്കെ എപ്പോഴും എല്ലായിടത്തും മരണം എന്ന് മാത്രമാണ് കേട്ടുകൊണ്ടിരുന്നത്. ആ സമയത്ത് നമുക്കൊക്കെ ഒത്തിരി ഭയമുണ്ടായിരുന്നു. എനിക്ക് ഭയമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഡ്യൂട്ടിക്ക് പോകണമെന്ന് പറഞ്ഞ് എന്നെ തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ ഒത്തിരിയേറെ പേടിച്ചു. കാരണം ഇനി പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, ഈശോയെ ഇവിടുന്ന് എന്നെയും കൂടി എന്തിനാണ് അതിൽ ഉൾപ്പെടുത്തിയെന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ തോന്നി. അപ്പം ഞാൻ ഒത്തിരി ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പ്രാർത്ഥിച്ചപ്പോഴൊക്കെ എനിക്ക് ഒത്തിരി ശക്തി ലഭിച്ചു. പിന്നെ ഞാൻ പോകുന്നതിൻ്റെ പിന്നീടാണ് അതെ ദൈവിക പദ്ധതിയായിരുന്നു. പിന്നെ അന്ന് പോകുന്നതിൻ്റെ തലേദിവസം ഞാൻ ജോയി അച്ഛൻ്റെ കുർബാന സംബന്ധിച്ചു. അന്ന് നമുക്ക് ഓൺലൈൻ കുർബാനയാണല്ലോ ഉള്ളത്. അപ്പോൾ അച്ഛൻ്റെ ആ കുർബാനയ്ക്ക് മധ്യത്തിലുണ്ടായിരുന്ന ആ പ്രസംഗത്തിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, കൊറോണ രോഗികളുടെ അടുത്തേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് നേഴ്സസ് മിനിസ്ട്രി വർക്ക് ചെയ്യുന്ന നിങ്ങൾ യേശുവിനെ ധരിച്ചുകൊണ്ട് പോകുമ്പോൾ ഈശോയുടെ പ്രത്യേകമായ സംരക്ഷണം നിങ്ങൾക്കുണ്ടാകുമെന്ന് അച്ഛൻ ആ പ്രസംഗത്തിലൂടെ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ശക്തി ലഭിച്ചു. പിന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞല്ലോ, യു ആർ വാക്സിനേറ്റഡ് വിത്ത് ദ ഹോളി ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സോ ആ ഒരു ശരിക്കും നമുക്കത് ആ ഒരു വേർഡ് നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. നമ്മൾ ഈ കോവിഡിന്റെ ഡ്രസ്സുകളൊക്കെ ഇട്ട് നമ്മൾ ആളുകളുടെ ഇടയിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു പവർ ഉണ്ടായിരുന്നു അല്ലേ? രക്തത്താൽ കഴുകിക്കൊണ്ട് ആ മാർപ്പാപ്പയുടെ ആ വാക്കും എല്ലാം കൂടി എനിക്ക് നല്ല ശക്തി ലഭിച്ചു. പിന്നെ ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചൊരുങ്ങി. എങ്കിലും ആ പോയ ആദ്യത്തെ ദിവസം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇനി പ്രാർത്ഥനയിലൂടെയും വീട്ടുകാരുടെ പ്രാർത്ഥനയിലൂടെയും മറ്റുള്ള നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് നമ്മൾ നേഴ്സസ് മിനിസ്ട്രിയിലായിരുന്നപ്പോൾ. അവരുടെ എല്ലാം പ്രാർത്ഥനയിലൂടെ ഒത്തിരി ശക്തി ലഭിച്ചു. അങ്ങനെ സന്തോഷത്തോടെ ജോലിക്ക് പോകാൻ പറ്റി. നമ്മൾ ആ ഒരു മേഖലയിൽ നമ്മൾ കടന്നു ചെന്ന് നിങ്ങൾ കുറച്ച് പേരെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പ്രത്യേകം മാറ്റി നിർത്തിയിരുന്നല്ലോ. അങ്ങനെ കുറേ പേര് അവിടെ പോവുകയും ശുശ്രൂഷ ചെയ്യുകയൊക്കെ ചെയ്തു. സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ ആ ഒരു സെക്ഷനിൽ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ദൈവം നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതായിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് 10 പേരെയാണ് തിരഞ്ഞെടുത്തത്. അതിൽ ഷാൻഡി സിസ്റ്ററും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മളെ വിളിച്ച് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമാണ് വന്നത്. ആദ്യം വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പം ഈ സാഹചര്യത്തിൽ ഒരുപാട് പേര് മരിക്കുന്നു. ആരോഗ്യ മേഖലയിലാണേലും ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിനോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം ദൈവം എനിക്കൊരു വചനം തന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. യേശുവിൻ്റെ പീഡാനുഭവ വേളയിൽ പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നോട് സംസാരിക്കുകയില്ലേ? നിന്നെ ക്രൂശിക്കാനും നിന്നെ സ്വതന്ത്രനാക്കാനും എനിക്ക് അധികാരമുണ്ട്. അപ്പം യേശു പറഞ്ഞത് യോഹന്നാൻ 19:11 യേശു പറയുന്നുണ്ട്,
ഉന്നതത്തിൽ നിന്നും അധികാരം നൽകിയില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മേൽ ഒരധികാരവും നിനക്ക് ഉണ്ടാവുകയില്ല എന്ന്. ആ വചനം അപ്പം എൻ്റെ മനസ്സിൽ ദൈവം തോന്നിപ്പിച്ചത്, മേലധികാരികൾക്ക് അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദൈവപിതാവിൻ്റെ ഒരു പദ്ധതിയാണ്. അങ്ങനെ ജീവിത പങ്കാളിയോട് പറഞ്ഞപ്പോഴാണേലും ജീവിത പങ്കാളി ഒത്തിരി സപ്പോർട്ടോട് കൂടിയാണ് പറഞ്ഞത്, നീ ഒട്ടും വിഷമിക്കേണ്ട, ദൈവം നമ്മളെ കാത്തുകൊള്ളും, നീ ധൈര്യമായിട്ട് പോകാനാണ് പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞ് പോയി തുടങ്ങിയപ്പോഴാണേലും നമ്മുടെ കൂടെയുള്ള കോവർക്കേഴ്സ് 10 പേരേ ഉള്ളൂ. ആ 10 പേരിൽ കുറച്ച് പേരെങ്കിലും ഒരുപാട് കുടുംബജീവിതത്തിൽ കുഞ്ഞു മക്കളെയൊക്കെ വിട്ടിട്ട് പോകുന്ന ആ ഒരു വേളയിൽ അവർ ഭയങ്കര ബുദ്ധിമുട്ടി, അവർ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളർന്ന ഒരു നിമിഷമായിരുന്നു. അപ്പം അവരെയൊക്കെ ശക്തിപ്പെടുത്താൻ ഈ വചനം ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞ അവരുടെ അടുത്ത് അവർ ശരിക്കും നമ്മുടെ അവരുടെ ഫാമിലിയിലൊക്കെ ഉള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കർത്താവിന്റെ വചനം അതെ, നമ്മൾ ശക്തിപ്പെടുത്തിയത് വചനം ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞത് ദൈവം നമ്മളെ കാത്തുകൊള്ളും. അങ്ങനെ ആ സാഹചര്യത്തിലൊക്കെ ഒരുപാട് ദൈവത്തിന്റെ വചനം നമ്മളെ കാത്തിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 39-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നാൽ എന്നെ പ്രതി അത് നഷ്ടപ്പെടുന്നവൻ അത് കണ്ടെത്തുമെന്ന്. ആ വചനം ഒത്തിരിയേറെ ശക്തിപ്പെടുത്തിയിരുന്നു. കാരണം നമ്മളിതൊരു ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇതൊരു ശുശ്രൂഷ എന്നുള്ളത് നമുക്ക് തോന്നി തുടങ്ങിയത് നേഴ്സസ് മിനിസ്ട്രിയിലൂടെ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് ഇത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ ജോലി ചെയ്യണം, ജീവിക്കണം എന്നുള്ളൊരു ഒരു ഭാഗമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നത് തന്നെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തു, നമുക്കൊരു ജോലി കിട്ടി എന്നുള്ളതേ കവിഞ്ഞ് ഇതൊരു ദൈവിക വിളിയായിരുന്നു, അത് കർത്താവിൻ്റെ ഹിതം അനുസരിച്ച് ചെയ്യണമായിരുന്നു ചെയ്യേണ്ട ഒരു ജോലിയാണെന്നുള്ളത് എനിക്ക് ബോധ്യമാക്കി തന്നത് നേഴ്സസ് മിനിസ്ട്രിയിലൂടെ ഒക്കെ വന്നതിന് ശേഷമാണ്. കാരണം കർത്താവിൻ്റെ കരങ്ങളായിട്ട് നമുക്ക് മാറാൻ പറ്റുന്നു. പ്രത്യേകിച്ച് അറിയാമല്ലോ, ഞാൻ ER എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നു. അവിടെ വരുന്ന പേഷ്യൻസ് പലതരത്തിലുള്ള ആളുകൾ, ചിലർ കാർഡിയക് ഫെയിലിയർ ആയിട്ട് വരുന്നു, അറിയത്തില്ല. അപ്പോൾ വരുന്നതിനിടയ്ക്ക് കോവിഡ് ആയിട്ടുള്ള ആളുകൾ കാണും, അല്ലാത്ത ആളുകൾ കാണും. അപ്പോൾ നമ്മൾ അവരെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരിയേറെ പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ പ്രിക്കോഷൻസ് ഒന്നും ശരിക്കും നമുക്കൊരു പ്രൊട്ടക്ഷൻ തരുന്നില്ല. കർത്താവിൻ്റെ വചനമാണ് നമുക്ക് സംരക്ഷണം തരുന്നതെന്നുള്ളത് നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഒരു സമയങ്ങളായിരുന്നു ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. അനുദിന ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. എത്രയോ പേഷ്യൻറ്റിനെ നമ്മൾ സാധാരണ പേഷ്യൻ്റായിട്ട് എടുത്തതിന് ശേഷം അഡ്മിറ്റ് ചെയ്ത് 2ാമത്തെ ദിവസം റിസൾട്ട് വരുമ്പോൾ കോവിഡ് പോസിറ്റീവ്, 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കിനും ആൾ മരിച്ചു. ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേജിലോട്ട് പോകുന്നു. ഞാൻ ഒരിക്കലും നമ്മൾ ഷെയർ ചെയ്ത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കൂട്ടായ്മയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുള്ള പോലെ ഞാൻ പ്രാർത്ഥിക്കാറുള്ള ഇതുള്ളായിരുന്നു. ഈ കോവിഡിനെ കുറിച്ച് നമുക്ക് എത്രമാത്രം തീവ്രതയൊന്നും നമുക്കറിയത്തില്ലല്ലോ. ആ ഒരു സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ പ്രാർത്ഥിച്ചു. കർത്താവ് ഞങ്ങളെ അത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഉമൽക്കോൻ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരാൾ ഈ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാനിടയായാൽ കർത്താവെ അതെന്നെ തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം എൻ്റെ കർത്താവ് എന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് ബുദ്ധിമുട്ട് വരാനായിട്ട് തമ്പുരാൻ അനുവദിക്കുമോ? ഇല്ല. അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കും ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും വരരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവ് നമ്മളെ നാളിതുവരെ നടത്തി ആർക്കും ഒരു ബുദ്ധിമുട്ടും നമുക്ക് വരുത്തിയിട്ടില്ല, അല്ലേ? വരുത്തിയിട്ടില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഏതെങ്കിലും തരത്തിലുണ്ടായിട്ടുണ്ടോ സിസ്റ്ററിന്? പ്രത്യേകിച്ച് ആരെങ്കിലും കെയർ ചെയ്യുന്ന സമയത്ത്? തീർച്ചയായും എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നു, നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എങ്ങനെയായിരിക്കും ഞാൻ ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല. ഇത് കർത്താവിൻ്റെ ശുശ്രൂഷയാണ്, അല്ല കർത്താവിന് വേണ്ടിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വചനത്തിന് എഴുതിയിട്ടുണ്ട് ഈ ചെറിയൊരു ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന്. അല്ല, ആ ഒരു വചനമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞത് ഇതിലേക്ക് വന്നതിന് ശേഷമാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അതിനാൽ നേഴ്സസ് മിനിസ്ട്രി ഒത്തിരിയേറെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രൊഫഷന്. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ജോലി ചെയ്യാൻ പോകേണ്ടി വന്നപ്പോൾ ഒത്തിരി സപ്പോർട്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ വചനത്തിലും ദിവ്യബലിയിലൊക്കെ കൂടുതൽ ആശ്രയിച്ചപ്പോൾ ഒത്തിരി ശക്തി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള 1-2 അനുഭവം പറയുകയാണെങ്കിൽ, ഈ അടുത്ത കാലത്ത് എന്നുവെച്ചാൽ നമ്മൾ ആദ്യമേ നമ്മൾ കോവിഡിനെ കുറിച്ച് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഒരു മരണഭയമാണ്. ഈ ഒരു പേഷ്യൻ്റ് അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി ഒരു പക്ഷേങ്കിൽ എനിക്ക് ഞാൻ ഇൻഫെക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അടുത്ത ഒരു ചുമയോ ഒരു ജലദോഷമൊക്കെ വരുമ്പോഴത്തേക്കും ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു സാഹചര്യങ്ങളിലൂടെയൊക്കെ ആയിരുന്നു നമുക്ക് ടെൻഷനായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ ഓരോ അനുദിന ജീവിതത്തിലെ നമ്മുടെ ശുശ്രൂഷകൾ, ജോലികൾ ഒരു കർത്താവിൻ്റെ ശുശ്രൂഷയായിട്ട് നമ്മൾ കടന്നുപോയി. പ്രത്യേകിച്ച് നമ്മുടെ ദിവ്യബലികളെല്ലാം നമുക്ക് മിസ്സാകുന്നു. കർത്താവിനെ സ്വീകരിക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് തീർത്ത് കുറഞ്ഞു പോകുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ഇത് ഞങ്ങളുടെ ഒരു ബലിയായിട്ട് കർത്താവിനെ നീ കാണണമേ. ഒരിക്കലും നമ്മുടെ ബലിക്ക് തുല്യമായിട്ട് നമ്മുടെ ഈ ശുശ്രൂഷകൾ വരത്തില്ല, എങ്കിൽ പോലും
ഞങ്ങൾ ഈ ചെയ്യുന്ന ജോലികളെ ഞങ്ങളുടെ ദിവ്യബലിയായിട്ട് നീ കാണണമെന്ന് കരുതി തന്നെ ആ ശുശ്രൂഷയിലേക്ക് പോയി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണെങ്കിലും ഒരു വ്യക്തി നമ്മുടെ എല്ലാ പ്രിക്കോഷനോടുകൂടി പേഷ്യൻ്റ് അടുത്തോട് ചെന്നപ്പോഴത്തേക്കിന് അവനോട് ചോദിച്ചു, നിനക്ക് എന്നെ പേടിയാണോ? കോവിഡ് പോസിറ്റീവ് ആയിരുന്നു, കൊണ്ട് ആയിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് നിയമം അനുസരിക്കുന്ന രീതി ഞങ്ങൾ ചെയ്യണം, പക്ഷേ ഞങ്ങളെ കാക്കുന്നത് തമ്പുരാൻ കർത്താവാണ്. അപ്പോൾ അവൻ എന്നോട് നേരിട്ട് ചോദിക്കുകയാണ്, അറിയോ ക്രിസ്ത്യൻ? അപ്പോൾ അവർക്കറിയാം നമ്മളെക്കുറിച്ച് അതുപോലെ തന്നെ കോവിഡായിട്ട് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ, അതായത് ഒരു 2 മാസം മുമ്പിലത്തെ സമയങ്ങളിലൊക്കെ കടന്നു പോയപ്പം പോകുന്ന പേഷ്യൻ്റൊക്കെ തന്നെ തിരിച്ചു വരുന്നില്ല. നമ്മളിങ്ങനെ വാർത്തകളിൽ കാണുന്നു, കേൾക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ ഏറ്റവും ദൈവം തന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ശുശ്രൂഷ കഴിഞ്ഞ് നമ്മളിങ്ങനെ പേഷ്യൻറ്റിനെ അടുത്ത വാർഡിലോട്ട് ICUലോട്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് ICU ചെല്ലുന്നിടം വരെയും നമ്മളവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് ഇൻറ്റുബേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെ അവർ റെസ്റ്റ്ലെസ് ആണ്, ഭയങ്കരമായിട്ട് കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നു. അവിടെ ചെല്ലുന്ന ഏടം വരെയും തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് ഇൻറ്റുബേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടെ തേക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർ മുഖത്തോട്ട് നോക്കി ആ ഒരു ലാസ്റ്റത്തെ ആ ഒരു മൊമെൻറ്റ് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് കിട്ടിയ നിമിഷങ്ങളാണ് അതെന്ന് ഞാൻ കരുതുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഏശയ്യ 41:10 പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലതുകരം നിന്നോട് കൂടെയോ നിന്നെ താങ്ങി നിർത്തും. ഈ വചനം പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഉള്ളത് നമ്മുടെ ദൈവം നമ്മളെ താങ്ങി നിർത്തും. ഏത് അപകടകരമായ അവസ്ഥയിലൂടെ പോയാലും, എത്ര കോവിഡ് പോസിറ്റീവായിട്ടുള്ള പേഷ്യൻസിൻ്റെ അടുത്ത് പോകുമ്പോഴും നമ്മളെ ശക്തിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ശരിക്കും ശരിക്കും നമ്മളൊരു വലിയൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയത് കോവിഡാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ്. പക്ഷേ എങ്കിലും ഞാനിങ്ങനെ കോവിഡിൻ്റെ കാലത്തിലൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു, പഴയ കാലഘട്ടങ്ങളിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ആളുകൾ, നഴ്സിംഗ് പ്രൊഫഷനിലാണെങ്കിലും അവർ ശുശ്രൂഷ ചെയ്തിരുന്നത് വളരെ, ഈവൻ നമ്മുടെ ഈ കോവിഡിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ എത്രയോ പേരെ ശുശ്രൂഷ ചെയ്തിരിക്കുന്നു, ശരീരം മുഴുവൻ ജീർണിച്ചും മറ്റു തരത്തിലുള്ള പകർച്ചവ്യാധികളൊക്കെ ആയിട്ട്. പക്ഷേ കർത്താവ് ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് തന്നിരുന്ന സംരക്ഷണം, ഇപ്പോഴല്ലേ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നത്, കിറ്റുകളൊക്കെ ഉപയോഗിക്കുന്നത്, അന്നും നമ്മളെ കരുതലോടെ കാത്ത കർത്താവ് ഇന്നും അതേ കരുതലോടുകൂടി നമ്മെ കാക്കുന്നു അല്ലേ? ഇല്ലെങ്കിൽ ഈ സംരക്ഷണമൊക്കെ ഇപ്പം നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉള്ള എത്രയോ പേര് മറ്റു ഹോസ്പിറ്റലുകളിലൊക്കെ ഉള്ളവർ ഈ തരത്തിലുള്ള വ്യാധികളിൽ അടിപ്പെട്ട് തമ്പുരാനുടെ പക്ഷേങ്കിൽ ഇവിടെ കാക്കുന്നത് നമുക്ക് നമ്മുടെ എല്ലാ രീതിയിലും നമ്മളൊക്കെ പറഞ്ഞാലും കർത്താവിൻ്റെ വചനമാണ് നമ്മെ കാക്കുന്നത്, ആ സംരക്ഷണം നമ്മളെ കാക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻസ് ഒന്നും നമുക്കാവത്തില്ല. ബിനോ ഈ ശുശ്രൂഷകളെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മൾ ഈ PPE കിറ്റൊക്കെ ഇട്ട് മണിക്കൂറുകളോളം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എത്രമാത്രം സഫോക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. പ്രത്യേകിച്ച് ഈ നെഗറ്റീവ് പ്രഷർ ആ സാഹചര്യത്തിൽ AC അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് ഭയങ്കര സഫോക്കേഷനും ബുദ്ധിമുട്ടുമാണ്. പക്ഷേ നമ്മളതൊക്കെ ഈശോയുടെ ആ കുരിശുമരണത്തോട് ചേർത്ത് വെച്ചപ്പോൾ, അതൊക്കെ ആ രോഗികളുടെ സൗഖ്യത്തിനായിട്ട് വെച്ചപ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ കാണാൻ പറ്റും. കാരണം ഒത്തിരി ശ്വാസം വലിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന പല രോഗികളും നിമിഷ നേരം കൊണ്ട് അവർ പെട്ടെന്ന് അത് റിക്കവറായിട്ട് ഡിസ്ചാർജ് ആയി പോകുന്ന കഴിയുമ്പോൾ എത്രയോ വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഒരിക്കലും കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പേഷ്യൻറ്റുകളൊക്കെ പോയത് തിരിച്ചു വരുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ചു വിട്ടു, നമ്മൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്കിന് അവർ എക്സ്റ്റുബേറ്റ് ചെയ്തു, അവർ തിരിച്ചു വരുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം തമ്പുരാനെ തീർച്ചയായിട്ടും ആ മഹത്വം തമ്പുരാൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഒരു വലിയ ദൈവിക ഇടപെടൽ ഉണ്ടായതായിട്ട് പറഞ്ഞു, അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ കോവിഡ് ഹോസ്പിറ്റലിലേക്ക് പോയതിന് ശേഷം അവിടെ എനിക്ക് ICUലാണ് ഡ്യൂട്ടി കിട്ടിയത് 1 മാസത്തേക്ക്. അപ്പം അവിടെ ICUവിൽ 12 ബെഡഡ് ICU ആയിരുന്നു. ഒരുവിധം എല്ലാ പേഷ്യൻസും വെന്റിലേറ്ററിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിക്ക് ചെന്ന് കഴിഞ്ഞപ്പം ഒരു പേഷ്യൻറ്റിനെ കിട്ടി, ഒരു മലയാളി പേഷ്യൻ്റായിരുന്നു. നമുക്ക് എൻഡോസ്മെൻറ്റ് കിട്ടി, നമ്മൾ അകത്ത് കയറുന്നതിന് മുൻപ് അവിടെ സ്റ്റാഫുണ്ട് ICUവിനകത്ത്. നെഗറ്റീവ് പ്രഷറുള്ള ഏരിയ ആയതുകൊണ്ട് നമുക്ക് PPE കിറ്റൊക്കെ ഇട്ടിട്ടല്ലേ അകത്ത് കയറാൻ പറ്റും. ഓക്കെ, അപ്പം അതൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, PPE കിറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ പറഞ്ഞു പേഷ്യൻ്റ് ട്യൂബ് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ അസൈൻഡ് പേഷ്യൻ്റ് ആയിരുന്നു, വലിച്ചു വരാൻ ശ്രമിക്കുന്നു. അപ്പം അവിടെ ഓൾറെഡി സ്റ്റാഫുണ്ട്, അവർ ഓൾറെഡി പേഷ്യൻ്റെ അടുത്തേക്ക് ചെന്ന്, ഞാൻ അപ്പോഴേക്കും ഓടി ചെന്ന് PPE കിറ്റൊക്കെ ഇട്ട് അകത്ത് ചെല്ലുമ്പോഴേക്കും പേഷ്യൻ്റ് റിമൂവ് ചെയ്തു. സ്റ്റാഫും ഡോക്ടറും ഒക്കെ അടുത്തുണ്ട്.
അപ്പം റിമൂവ് ചെയ്തു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു വേഗം തന്നെ ഇൻറ്റുബേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു കുറച്ച് നേരം നമുക്ക് നോക്കാം. അങ്ങനെ CPAP മെഷീനിലേക്ക് കണക്ട് ചെയ്തു. CPAP മെഷീൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് സ്വയമായിട്ട് ബ്രീത്ത് എടുക്കണം. അതെ. അപ്പം ആ പേഷ്യൻ്റ് സ്വയം ബ്രീത്ത് എടുക്കാൻ അവേക്കായി ഇരുന്നാലേ അത് നടക്കുകയുള്ളൂ. അപ്പം എല്ലാവരും പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഓക്കെ ഒരു സിസ്റ്റർ ഇവിടെ നിന്ന് നോക്ക്. അവർ വേറെ പേഷ്യൻ്റെ അടുത്ത് പോയി. അപ്പം ഞാൻ അവിടെ നിന്ന് കൊന്ത ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി യേശുവിനെ ശക്തമായിട്ട് ഉറക്കെ തന്നെ ഞാൻ വിളിച്ചു. കാരണം എൻ്റെ ഈ PP കിറ്റിനകത്ത് ഞാൻ ഉറക്കെ വിളിച്ചാൽ ആരും കേൾക്കാൻ പോകുന്നില്ല. ആ ഒരു ധൈര്യം അടുത്ത പേഷ്യൻസിൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ കൂടി ഞാൻ പറയുന്നത് ആരും കേൾക്കില്ല. എനിക്കറിയാം എൻ്റെ ഈശോ കേൾക്കുമെന്ന്. അപ്പം ഒരുപാട് ഉറക്കെ ആ പേഷ്യൻ്റ് കേൾക്കേണ്ട രീതിയിൽ ഞാൻ ഉറക്കെ ഒരു പേഷ്യൻ്റ് ഒരു ക്രിസ്ത്യൻ പേഷ്യൻ്റായിരുന്നു. ഈശോ നിന്നെ സഹായിക്കും, ഈശോ നിന്നെ രക്ഷിക്കും, വിശ്വാസ പ്രമാണം ഉറക്കെ ചൊല്ലി കൊന്ത ഉറക്കെ ചൊല്ലി അങ്ങനെ ഒരു 1-2 മണിക്കൂർ തന്നെ ഞാൻ ആ പേഷ്യൻ്റെ അടുത്ത് നിന്ന് ഇല്ല. അപ്പം ഓരോ പ്രാവശ്യം ഡോക്ടർ പുറത്തുനിന്ന് നെഗറ്റീവ് പ്രഷർ ഉള്ളത് കൊണ്ട് പുറത്താണ് ഡോക്ടർ. പിന്നെ അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് പേഷ്യൻ്റ് ഓക്കെയാണ്. അപ്പം സാച്ചുറേഷനൊക്കെ ഒരു 90-94 മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഒട്ടും താഴെ പോകുന്നില്ല. അത് എൻ്റെ കഴിവോ അല്ലെങ്കിൽ ഒന്നുമല്ല, കർത്താവിൻ്റെ കഴിവാണ്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു നീ ഈശോയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നീ രക്ഷപ്പെടും, നിനക്ക് നിൻ്റെ വീട്ടിൽ പോയിട്ട് നിൻ്റെ ഭാര്യേനെയും നിൻ്റെ കുഞ്ഞിനെയും ഒക്കെ കാണാൻ സാധിക്കും. ആ വാക്കുകളൊക്കെ ഒരു പക്ഷേ അവനെ കൂടുതൽ വിശ്വാസത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ആ രാത്രി ഫുള്ള് ഞാൻ അവന് വേണ്ടി ആ പേഷ്യൻറ്റിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മൾ എൻഡോസ്മെൻറ്റ് കൊടുത്ത് പോരുമ്പോഴും പേഷ്യൻ്റ് അവിടെയുണ്ട്. പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ പേഷ്യൻ്റ് അവിടെ ഇല്ല. അപ്പം എൻ്റെ മനസ്സിൽ നമുക്കൊരു വിശ്വാസമുണ്ട് പേഷ്യൻ്റ് രക്ഷപ്പെടും എന്നുള്ളത്. ആദ്യം തന്നെ ഞാൻ പോയി രജിസ്റ്ററിൽ നോക്കിയപ്പം പേഷ്യൻ്റ് ട്രാൻസ്ഫർ ഔട്ട് ടു സ്റ്റെപ്പ് ഡൗൺ ആയിരുന്നു. പിന്നീട് ഞാൻ ആ പേഷ്യൻറ്റിനെ കുറിച്ച് അറിയാൻ ശ്രമിച്ചപ്പോൾ ആ പേഷ്യൻ്റ് ഓൾറെഡി എക്സ്പോ സെന്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ നിന്ന് വീട്ടിൽ പോയി എന്നാണ് കേട്ടത്. റിക്കവറായി വീട്ടിൽ പോയി. അത് കേട്ടപ്പം സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നി. ദൈവത്തിന് മഹത്വം കൊടുത്തു. ലൂക്ക 1:37 പറയുന്ന പോലെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന വചനം അവിടെ പ്രാവർത്തികമാകുകയായിരുന്നു. ഇപ്പം ജെസ്സി ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത്. ഞങ്ങളുടെ യൂണിറ്റിൽ കൂടുതലും പാകിസ്ഥാൻ, ബംഗ്ലാദേശ് മുതലായ സ്ഥലങ്ങളിലെ സാധാ ലേബേഴ്സ് പോലെയുള്ള വർക്കേഴ്സാണ്. അവർക്ക് കൂടുതൽ ലാംഗ്വേജിനെ പറ്റി അറിയുകയോ അവർക്കൊന്നും സാധിക്കില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഈശോയെ നമ്മൾ പ്രാർത്ഥിക്കാം. അവരാണെങ്കിലും എപ്പോഴും നമ്മളോട് പറയുന്നത് സിസ്റ്ററെ പ്രാർത്ഥിക്കണേ എന്ന് മാത്രമാണ്. പക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം നമ്മുടെ ലാംഗ്വേജ് അവർക്ക് മനസ്സിലാകുന്നില്ല. ഉള്ള രോഗികളായിരുന്നെങ്കിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവർക്ക് കൂടുതൽ ശക്തി ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറഞ്ഞപ്പോഴാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊരു പേഷ്യൻ്റൊക്കെ ആദ്യം സിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റിയൽ ക്വാളിറ്റിയൊക്കെ ആയിട്ടുള്ള പേഷ്യൻ്റ് ഫ്ലാങ്ക് പെയിൻ മൂത്രത്തിക്കല്ലിൻ്റെയൊക്കെ അസുഖമുള്ള പേഷ്യൻ്റൊക്കെ നമ്മുടെ അടുത്തൊക്കെ വരുമ്പോൾ നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുത്തേച്ചിട്ടൊക്കെ നമ്മൾ പോയി കഴിഞ്ഞതിന് ശേഷവും ഒരു പക്ഷേങ്കിൽ പേഷ്യൻ്റ് വേദനയായിട്ട് കിടന്ന് സ്ട്രഗിൾ ചെയ്യും. പക്ഷേങ്കിൽ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നമുക്ക് സമയമുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ സമയത്തൊന്നും നമുക്ക് സമയം കിട്ടത്തില്ല, അറ്റ്ലീസ്റ്റ് ഒരു 2 മിനിറ്റ് നേരം മെഡിസിൻ്റെ എഫക്റ്റ് വരാണ്ട് ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 22-45 മിനിറ്റ്സ് ഒക്കെ എടുക്കുമല്ലോ. പക്ഷേങ്കിൽ ഒരു 2 മിനിറ്റ് നേരം ആ മനുഷ്യൻ്റെ തലയിൽ കൈവച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും അവന് സാധാരണ രീതിയിൽ ഫ്ലാങ്ക് പെയിനൊക്കെ അറിയത്തില്ല, എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്താണ് വേദന എടുക്കുന്നത്, ഭയങ്കരമായിട്ടുള്ള വേദനയല്ലേ. ആ സമയത്ത് നമ്മളൊന്ന് തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമ്മുടെ മുഖത്തോട്ട് നോക്കും. അവന് തമ്പുരാനെ അറിഞ്ഞ ആളാണേലും അറിയാത്ത ആളാണേലും എന്നോട് എത്രയോ പേര് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, ആർ യു ക്രിസ്ത്യൻ? ഞാൻ പറയും അതെ, ഐ എം എ ക്രിസ്ത്യൻ. ഡു യു വാണ്ട് ടു നോ അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്? അത് പറയാനായിട്ട് നമുക്ക് ഈ ഒരു പ്രൊഫഷൻ നമുക്ക് ഒരവസരം തന്നു. അത് 1-2 പഴയ കാരണന്മാരൊക്കെ നമ്മളോടത് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷത്തോടെ, പിന്നെ ഒത്തിരിയേറെ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് പെട്ടെന്ന് ഫ്രണ്ട്സിൻ്റെ ഒക്കെ സർക്കിളിൽ വന്നു ആൽക്കഹോളിക്കായി ബെഡിൽ വരുമ്പോൾ അവരോട് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും, എനിക്ക് തോന്നുന്നു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളോട് അവന് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ആ ബെഡിൽ വരുമ്പോഴാണ്. അവിടെ അവന് എന്ത് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും. നീ കുടിച്ചിട്ടാ ഇത് രോഗം എന്ന് പറഞ്ഞു, തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അവൻ ആ രോഗം വന്നേക്കുന്നത്. കാർഡിയക് ഫെയിലിയർ ആയിട്ടുള്ള ആളുകൾ, കണ്ടിന്യൂസ് സ്മോക്കിംഗ് ആയിട്ടുള്ള ആളുകൾ, ഈ ഒരു പ്രൊഫഷനിൽ തമ്പുരാൻ അനുവദിച്ച് വന്നേക്കുന്ന ഒരു വലിയൊരു സ്വാതന്ത്ര്യമാണ് ഇത്തരത്തിലുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാനും. അവൻ്റെ ഫാമിലിയിലൊക്കെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ഇതൊരു സ്ഥലത്ത് മാത്രമല്ലല്ലോ, ഫിനാൻഷ്യലി ഹെൽത്ത് വൈസിലൊക്കെ പ്രോബ്ലംസ് ഉണ്ട്.
അവരോട് പറയാൻ പറ്റുന്ന ഒരു നല്ല ഫീൽഡിലാണ് എന്നെ തമ്പുരാൻ എത്തിച്ചത്, കാഷ്വാലിറ്റി എന്ന് പറയുന്നത്. അവിടെ അവനോട് പറയുമ്പം അവനത് കേൾക്കാൻ റെഡി, അത് എക്സോർവ് ആരായാലും അത് കേൾക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. പോരാത്തതിന് വലിയ സിക്കായിട്ടുള്ള ആളുകളെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒന്ന് സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ടുള്ള വേദനകളൊക്കെ വരുമ്പം സിസ്റ്റർ ഓടിയിട്ടില്ലേ, ഒരുമിച്ച് നിന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, അവരെ നമ്മൾ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് മാറ്റിവിടുന്നു. അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും. ഇത്രയും നേരം ലോകം മുഴുവൻ ഞങ്ങളെ ശ്രവിച്ച പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ മിശിഹ ചെയ്തു തന്ന വലിയ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്തു. ഈ പകർച്ചവ്യാധിയുടെയും മഹാവ്യാധികളുടെയും ഇടയിലൂടെയും ഇനിയും വരാൻ പോകുന്ന വലിയ കഷ്ടകാലങ്ങളുടെ ഇടയിലൂടെയും കടന്നു പോകേണ്ടിയിരിക്കുന്ന നമ്മൾ കർത്താവായ ഈശോ മിശിഹ മലയിലെ സുവിശേഷത്തിൽ നമ്മോട് അരുൾ ചെയ്തു, ഞാൻ രോഗിയായി നിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു, നിങ്ങളെന്നെ ശുശ്രൂഷിച്ചോ, ഞാൻ വസ്ത്രമില്ലാത്തവനായി വന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചോ എന്നുള്ള കർത്താവിൻ്റെ എല്ലാ വചനങ്ങൾക്കും ഉത്തരം നൽകുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു ജോലി മേഖലയാണ് നേഴ്സിംഗ് മേഖല. ഇവിടെ ഒരു രോഗിയായ ഒരാൾ കടന്നു വരുമ്പോൾ അവന് മരുന്നും മറ്റ് കാര്യങ്ങളും മാത്രം ചെയ്യാതെ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ ശിരസിൽ കൈവച്ച് അവനെ ആശ്വസിപ്പിച്ച് അവൻ്റെ വേദനയിൽ പങ്കുചേർന്ന് ഈ ശുശ്രൂഷ പങ്കുവയ്ക്കുമ്പോൾ നേഴ്സിംഗ് പ്രൊഫഷൻ ഒരു നോബൽ പ്രൊഫഷനാകുക മാത്രമല്ല, ദൈവത്തിൻ്റെ ഒരു വൻകരങ്ങളായി മാറുവാൻ നമുക്കിടവരും. അതിനുള്ള കൃപ ലോകം മുഴുവനുമുള്ള ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവർക്കും, എല്ലാ നേഴ്സുമാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാനന്ദി, എല്ലാ തോൽവികൾക്കും നാഥാനന്ദി. നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാനന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. വളരെ ജോലി തിരക്കുകൾക്കിടയിലും ഈശോയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ച ഈ നഴ്സുമാരെ ഓർത്ത് നമുക്ക് ഈശോയോട് നന്ദി പറയാം. ആഘോഷങ്ങളില്ലാതെ കടന്നു പോകുന്ന ഈ നഴ്സസ് ദിനത്തിൽ ഈശോ തരുന്ന സമ്മാനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-18 നമുക്ക് സ്വന്തമാക്കാം. മാരകമായി എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈവയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ വചനത്തിൻ്റെ അഭിഷേകം എല്ലാ നഴ്സുമാരിലേക്കും നിറയട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.